ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാതെ നമ്മെ ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചുമൊക്കെ കൂടെ കൂടെ ഓർമ്മകളിലേക്ക് കയറി വരികയും നമ്മിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുകയും ചെയ്യുന്ന ചില ആനകളെങ്കിലും നമുക്കുണ്ടായിരുന്നിട്ടുണ്ട്. അവയിൽ പ്രഥമ സ്ഥാനീയനത്രേ ഗജരാജൻ ഗുരുവായൂർ കേശവൻ. വീണെടുത്ത കൊമ്പുകളായിരുന്നു കേശവന്റേത്. കൊമ്പ് ഭംഗിയിൽ വളരാൻ നെറുകയിൽ എണ്ണയിട്ട് വിധിയാമണ്ണം കൊമ്പുകൾ ചാട്ടിൽ കയറ്റിവെച്ച് താങ്ങിച്ചു. അതുകൊണ്ട് തന്നെ കേശവന്റെ കൊമ്പുകൾക്ക് ഉയർച്ചയും അകൽച്ചയും അഴകുമുണ്ടായി. കേശവന് 20 നഖങ്ങളുണ്ടെന്നത് അത്യപൂർവം തന്നെ. മന്ദജാതിയെങ്കിലും ദേവഗണവുമാണ്. അസാമാന്യ മസ്തകവിരുമുണ്ട്. മസ്തകം ഉയർന്നതുമാണ്. കറുത്ത പശുവിന്റെ വെണ്ണയുടെ നിറമുള്ള നീണ്ടുരുണ്ട കൊമ്പുകൾ, എകർന്നു നീണ്ട മുതുകല്ല്, കീറലും തുളകളുമില്ലാത്ത വലിയ ചെവികൾ, കാതിനറ്റം വളരെ മൃദുവായിരിക്കുന്നുണ്ട്. ശരീരത്തിന് കരിമ്പങ്ങയുടെ നിറം, തുമ്പിയിലും കഴുത്തിലും 3 വീതം ഞൊറികൾ. ഇത് പുറത്തിരുന്ന് യാത്രയ്ക്ക് യോഗ്യനെന്ന് സ്പഷ്ടം. I was particularly lucky because the first photograph I ever took in Kerala was of Guruvayur Keshavan, and it was a photograph that actually was to change my life. But in those days I just saw a remarkable animal, and he was in must at the time, and so he pulled himself up to his full height, which of course was tremendous, and I was slightly from underneath him, so you get that feeling of his vastness in every sense. വല്ല വിധത്തിലും ഭക്ഷണം കൊടുത്താൽ ഇഷ്ടമായിരുന്നില്ല കേശവന്. വൃത്തിയായും സന്തോഷത്തോടെയും വേണം ഭക്ഷണം നൽകാൻ, അല്ലെങ്കിൽ തൊട്ടു നോക്കില്ല. ഒരിടത്ത് മാറി ഒറ്റ നിൽപ്പ്. കുട്ടിക്കാലത്ത് തന്നെ ചിട്ടവട്ടങ്ങളെല്ലാം കേശവനെ പഠിപ്പിച്ചിരുന്നു. എഴുന്നള്ളിപ്പും പണിയുമെല്ലാം. ഈ ആന വലിയ വഴക്ക് ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഒരു എഴുന്നൂറിക്കാൻ കൊണ്ടുപോയാൽ ആ എഴുന്നൂറ് സ്ഥലത്ത് ചെന്ന് ഈ തലയെക്കെട്ട് കെട്ടാൻ പോകുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. തലയെക്കെട്ട് മുഖത്ത് വച്ച് കഴിഞ്ഞാൽ ആ തലയെക്കെട്ട് അഴിക്കുന്നവർ യാതൊരു ഇടത്തിലും കാണിച്ചിട്ടുമില്ല. ഇതേവരെ ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടായില്ല. ഈ കെട്ടാൻ കൊണ്ടുപോകുമ്പോഴും അത് അഴിച്ചിട്ട് കൊണ്ടുപോരുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ആനക്കാരോട് പണമെങ്കിലും പരകുത്തിലൊക്കെ പതിവുണ്ട്. ആൾക്കാരെ അങ്ങനെ രോഗിക്ക് പതിവില്ല. അങ്ങനെയാണ്. 1930 ദേവസ്വം ആനകൾക്ക് പുറമെ പുറത്തുനിന്നുള്ള പ്രസിദ്ധരായ ആനകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് 30 ആനകളുടെ ആനയോട്ടം നടന്നു. ഇതിൽ ജയിക്കാൻ വേണ്ടി മാത്രം വന്നതായിരുന്നത്രേ അഘോരി ഗോവിന്ദൻ എന്ന ഓട്ടക്കാരൻ. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിന് പുറമേ നിന്നുള്ള ഒരാന, അത് നടപ്പില്ല. വാശിയിലായിരുന്നു കേശവനും. സാധാരണ ജയിക്കാൻ ഓടാറില്ല. പക്ഷേ ഇത്തവണ വാശി ആനയ്ക്ക് മാത്രം പോരാ, ആനക്കാർക്കും വേണം. അത് അളവിൽ കൂടുതൽ. മത്സരം തുടങ്ങി. വാൽ ചുരുട്ടി എറിഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മുമ്പിൽ. മഞ്ജുളാൽ തറയിൽ നിന്നും മതിലകത്തേക്ക്. അവസാന റൗണ്ട്. ഗോവിന്ദൻ ഒന്ന് പതറിയോ? അതോ കേശവൻ ഗോവിന്ദനെ മറികടക്കാനുള്ള ഊർജം സൃഷ്ടിച്ചെടുത്തതോ? എന്തായാലും അവസാന നിമിഷങ്ങൾ കേശവൻ്റേതായിരുന്നു. ഹർഷാരവങ്ങൾക്കിടയിൽ അറിയിപ്പുണ്ടായി. കേശവൻ ജേതാവ്. കേശവൻ കൊടിമരം തൊട്ടുവണങ്ങി. പിന്നിൽ ഓട്ടം മതിയാക്കി തെല്ല് ജാള്യതയോടെ അഘോരിയും മറ്റാനകളും. ആയിരത്തി 1950-കളിൽ കേശവൻ കേരളത്തിൽ മാത്രമല്ല പുറം നാടുകളിലും അറിയപ്പെട്ടു തുടങ്ങി. കേരളത്തിന് പുറത്തും എഴുന്നള്ളിപ്പുകൾ ലഭിച്ചു തുടങ്ങി. കേശവനു വേണ്ടി ഉത്സവ കമ്മിറ്റിക്കാർ മത്സരിച്ചു. അക്കാലത്ത് തന്നെ 2000-ലധികം വരുന്ന ഏക്കസംഖ്യയ്ക്ക് കേശവനെ എഴുന്നള്ളിച്ചു. വമ്പന്മാരായ കൊമ്പന്മാരെ മുട്ടുകുത്തിച്ച് കേശവൻ തന്റെ ഔന്നത്യവും പ്രശസ്തിയും തെളിയിച്ചു. സ്തുത്യർഹവും ത്യാഗോജ്വലവുമായ സേവനത്തെ മുൻനിർത്തി 1972-ൽ ഗുരുവായൂർ പൗരാവലി കേശവന്റെ സുവർണ ജൂബിലി കൊണ്ടാടി. വൈകിയാണെങ്കിലും 1973-ൽ കേശവന് ഔദ്യോഗികമായി ഗജരാജ പദവി നൽകുകയുണ്ടായി. ബുദ്ധിമാനും നീതിമാനും സത്യത്തിന്റെ വഴി ആഗ്രഹിക്കുന്നവനുമായിരുന്നു കേശവൻ.
ചരിത്രത്തിൽ കേശവനെ പോലെ ഒരാന ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. മതമ്പാടിൽ കെട്ടുതറിയിൽ ബഹളം വയ്ക്കും, ചങ്ങല കൊമ്പിൽ കോർത്ത് നിലത്തടിക്കും, ചങ്ങല പൊട്ടിച്ച് ഓടി നടക്കാനുള്ള ത്വര. പക്ഷേ കേശവനെ മതമ്പാടിൽ കെട്ടാനുള്ള ചങ്ങല മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തം. ചങ്ങല ഇളക്കിയിടാൻ സമ്മതിക്കില്ല. അതുമൂലം ചങ്ങല പലപ്പോഴും അമരത്തിൽ പൂഴ്ന്നു പോകുമായിരുന്നു. മതമ്പാടിൽ നിൽക്കും കാലം ചിലപ്പോൾ വലിയ ചിന്തകനായി കാണപ്പെടുന്നു. 1975 ദേവസ്വമാനങ്ങളുടെ ആവാസ കേന്ദ്രം പൂക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റിയത്. കോട്ട എടുക്കുന്നതിന് മുമ്പ് ആനകളെല്ലാം പരിപാലിച്ചിരുന്നത് ഇന്നത്തെ പാഞ്ചന്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോലത്താണ്. പണ്ട് സാമൂർ രാജാവ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ആനകളെ പരിപാലിച്ചത്. അവിടുന്ന് തന്നെ കോട്ട എടുത്തതിന് ശേഷം 75 ഇത് ആനകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതിന് പ്രധാനമായിട്ട് കേശവനാണ് അതിന് മുമ്പായിട്ട് അതിന് നേതൃത്വം വഹിച്ചതും. അതിൻ്റെ പിന്നാലെ മറ്റുള്ള ആനകളും ആനക്കാരും എല്ലാവരും കൂടിയാണ് ഇവിടെ ഈ സ്ഥലത്ത് വന്ന് താവളം ഉറപ്പിച്ചത്. അങ്ങനെയാണ് ഉണ്ടായത്. വഴിക്ക് ചെറിയൊരു പാലം അതിൽ കിഴക്ക് ഈ ആന പുന്നത്തൂർ കോട്ട കിഴക്കേ ഭാഗത്തുകൂടി വരുമ്പോൾ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം സ്വതവേ ആനകൾ നമ്മൾ കുഴിയിൽ വീണ ആനകൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ വല്ല പുതിയ മണ്ണോ അല്ലെങ്കിൽ വല്ല ഇളക്കോ കണ്ട സാധാരണ കിടക്കൽ പതിവില്ല. കേശവന് കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം നല്ലോണം ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് ഒരു വഴിക്ക് കിടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ഒരു അനക്കം കണ്ടപ്പോൾ അവിടെ ഒന്ന് സാവധാനം നോക്കിയതിന് ശേഷം ആനക്കാരൊക്കെ നല്ല ധൈര്യം കൊടുത്തതിന് ശേഷമാണ് കടന്നത്. അങ്ങനെയാണ് ഉണ്ടായത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച വിളക്കുകൾ. നവമി വിളക്ക് ദിവസം കേശവന്റെ പുറത്ത് തനിക്ക് കിട്ടിയ വീരശൃംഖല ഉൾക്കൊള്ളുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചിരിക്കുന്നു. രാമൻകുട്ടിയും കുട്ടിക്കൃഷ്ണനും ഇടവും വലവും. വിളക്ക് തുടങ്ങി അധികമായിട്ടില്ല. സമയം 12 എന്ന് വലിയ മണി ശബ്ദിച്ചു. കേശവന് എന്തോ അസ്വാസ്ഥ്യം പോലെ 2 കവിൾ ഛർദ്ദിച്ചു. ആലവട്ടവും വെഞ്ചാമരവും കുടയും താഴെയിറക്കി. അവ പിടിച്ചിരുന്നവർ താഴെയിറങ്ങി. കേശവന്റെ പുറത്തുനിന്ന് കോലം കുട്ടിക്കൃഷ്ണനിലേക്ക് മാറ്റി. എഴുന്നള്ളിപ്പ് ചടങ്ങ് മാത്രം. കേശവനെ ചമയത്തോടുകൂടി കോവിലകം പറമ്പിലേക്ക് കൊണ്ടുപോയി. കൂടെ 100 കണക്കിന് ഭക്തജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും. അടക്കം പറച്ചിലുകൾ, ദീർഘനിശ്വാസങ്ങൾ. കേശവനെ മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ പ്രൊഫസർ ജോർജ്, ചാവക്കാട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പരിശോധിച്ചു. ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നുവെങ്കിലും കേശവന്റെ നില വഷളായിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാലെന്ന വണ്ണം കേശവൻ കുട്ടകത്തിൽ നിന്നും വെള്ളം മുക്കിയെടുത്തു. ആദ്യം കണ്ണും മുഖവും നനച്ചു. ശേഷം 3 തവണ അല്പാൽപ്പം വെള്ളമെടുത്ത് വായിലൊഴിച്ചു. ജനം സന്തോഷിച്ചു. കേശവൻ വെള്ളം കുടിക്കുന്നു, അസുഖം കുറഞ്ഞിരിക്കുന്നു. സന്തോഷം അധിക സമയം നീണ്ടുനിന്നില്ല. കേശവൻ ക്ഷേത്രഭാഗത്തേക്ക് നോക്കി കൈ നീട്ടി ഉയർത്തി ഭഗവാനെ അഭിവാദ്യം ചെയ്യും പോലെ. 1976 ഗുരുവായൂർ ഏകാദശി ഡിസംബർ 2. പുലരാൻ ഇനിയും അധികമില്ല. ഏറെ കഴിയും മുമ്പ് നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രം നട തുറക്കും. 10,000 ഭഗവത് ദർശനത്തിനും ഏകാദശി മഹോത്സവത്തിൽ ഭാഗഭാക്കാവുന്നതിനുമായി എത്തിയ പുണ്യദിനം. കേശവൻ നടമടക്കിയിരിക്കുകയും ഉടനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുകയും ചെയ്തു. നടകൾ നീട്ടിവെച്ച് കണ്ണടച്ച് തുമ്പിക്കൈ മുമ്പോട്ട് നീട്ടി ഉള്ളോട്ട് വളഞ്ഞങ്ങനെ. ചിലപ്പോഴൊക്കെ ശ്വാസഗതി ശരിയില്ലെന്ന് തോന്നി. ചുറ്റും നിന്നവർ കേശവനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. 2 മണിയോടെ കേശവൻ കണ്ണു തുറന്നു. ചുറ്റും നിൽക്കുന്നവരുടെയൊക്കെ മുഖങ്ങളിൽ ആ ദൃഷ്ടി പാറി വീണു. 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ആ കണ്ണുകൾ അടഞ്ഞു. പുലർച്ചയോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ വിയോഗ വാർത്ത നാടറിഞ്ഞു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കോവിലകം പറമ്പിലേക്ക് പ്രവഹിച്ചു. മണിക്കൂറുകൾക്കകം അവിടം ജനസമുദ്രമായി മാറി.
കഥാവിശേഷനായ ഗജരാജന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നവരുടെ സൗകര്യാർത്ഥം ചുറ്റും ബാരിക്കേഡുകൾ തീർത്തു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. വൈകുന്നേരം 6 മണിവരെ മൃതശരീരം പൊതുദർശനത്തിന് കിടത്തി. നൂറുകണക്കിന് സാംസ്കാരിക സംഘടനകളുടെ വകയായി പൂമാലകളും റീത്തുകളും അർപ്പിക്കപ്പെട്ടു. മൃതദേഹം അകമലയിലേക്ക് ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നതറിഞ്ഞ് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞു. അന്നേ ദിവസം 6 മണിക്ക് ചെയർമാൻ സാമൂതിരി രാജയുടെ അധ്യക്ഷതയിൽ കോവിലകം പറമ്പിൽ അനുശോചന യോഗം നടക്കുകയുണ്ടായി. ഗജകുലത്തിനും മനുഷ്യരാശിക്കും തന്നെ അഭിമാനിക്കാവുന്ന തരത്തിൽ വളർന്ന് പ്രശസ്തനായി തീർന്ന കേശവൻ ഒരു പുരുഷായുസിൽ മനുഷ്യർക്ക് പോലും ലഭിക്കാത്ത പ്രശസ്തിയും അംഗീകാരവുമാണ് നേടിയെടുത്തത്. ഇത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷമെന്നല്ലാതെ മറ്റെന്തു പറയാം. കോവിലകം പറമ്പിൽ കേശവൻ ചരമം പ്രാപിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ഗജരാജന്റെ പൂർണ്ണകായ പ്രതിമ ജനലക്ഷങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു. വർഷം തോറും ഗജരാജന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി ഗുരുവായൂർ ഏകാദശിയുടെ തലേദിവസം ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗജരാജന്റെ ചരമദിനം സമുചിതമായി ആചരിച്ചു വരുന്നു. ഈ ദിവസം ഗജരാജന്റെ ഛായാചിത്രം ഗുരുവായൂർ പത്മനാഭന്റെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ദേവസ്വാനകളുടെ സ്മൃതിയാത്ര തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഗുരുവായൂർ ക്ഷേത്രവും തീർത്ഥക്കുളവും വലം വച്ച് ഗജരാജന്റെ വിയോഗസ്ഥലത്തെത്തി പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നു. തുടർന്ന് ദേവസ്വത്തിലെ എല്ലാ ആനകൾക്കും ഊട്ട് നടക്കാറുണ്ട്. ജനമനസ്സുകളിൽ നിത്യസ്മരണയായി നിലകൊള്ളുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ സ്മരണ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് ഇന്നും പകർന്നു കിട്ടുന്നു. ഭക്തിയോടെ, സ്നേഹത്തോടെ.